ഹലോ, എല്ലാവർക്കും സിദ്ധേവി കപ്പിളി ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പം ഇന്നലെ നമ്മൾ ചെയ്തത് ഫേസിന് മാത്രമുള്ളതാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫുൾ ബോഡി ആണ് ചെയ്യുന്നത്. ഫുൾ ബോഡി ബ്രൈറ്റൻ ആവാനുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമാണോ, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ബെറ്ററാണ്, നമുക്ക് സ്കിന്നൊക്കെ നമ്മുടെ അടിപൊളിയാവും. അപ്പം പിന്നെ ഇന്നലെ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ അത് കയറി കാണുക. അത് നല്ല ഒരു എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സ് തന്നെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്ത് കൊടുക്കാൻ പോണേന്നറിയോ, നമ്മുടെ മുഖം മാത്രമല്ല ബോഡിയും കൂടി ഫുൾ നമുക്ക് നിറവെക്കാനുള്ള ഒരു പാക്കിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 2 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ ഈ അരിപ്പൊടി ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ട് ആ രീതിക്ക് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇപ്പം മുഖം മുഴുവൻ മാത്രമാണെങ്കിൽ നമുക്ക് ഇത് മതി. ഫുൾ നമുക്ക് ബോഡിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3/4 പാത്രത്തോളം എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഇത് രണ്ടും ഇട്ടിട്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് തൈരാണ്. തൈരിടുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പം അത് എൻ്റെ തീരാറായിക്കൊണ്ട് ഇതിൽ നിന്ന് അങ്ങനെ കുറച്ച് പാടാ പോരാനായിട്ട്. അപ്പം എപ്പോഴും നമ്മൾ റെഡിമെയ്ഡ് എടുക്കണേക്കാട്ട് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഉണ്ട്, ഏത് ഇതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പം വീട്ടിലില്ല എങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് തന്നെ എടുക്കാം. ഇതുണ്ട്, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വീട്ടിലേക്ക് എടുക്കാൻ മിക്കവാർക്കും മടിയായിരിക്കും. ഇതാകുമ്പോൾ റെഡിമെയ്ഡ് ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ചും കൂടി നമുക്ക് തൈര് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ബോഡി നിറവെക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ പാക്കാണ്. അപ്പോൾ കയ്യിലോ നമ്മളിപ്പോൾ കുളിക്കാൻ നേരത്ത് ഒരു അരമണിക്കൂർ നമ്മളിത് തേച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രബും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് വെറുതെ നമ്മൾ എല്ലാ പാക്കും ഇടുന്ന പോലെ വെറുതെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയരുത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ലാസ്റ്റ് ഇതിലോട്ട് നമ്മൾ കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടിയും കൂടി ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണക്കിപ്പൊടിച്ചതായിരിക്കണം, അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ആയിരിക്കണം ഇതിലിടേണ്ടത്. ഇനി വീട്ടിൽ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങളുടെ കറിയുടെ മഞ്ഞളൊന്നും എടുത്തിട്ടേക്കരുത് കേട്ടോ.
നിർബന്ധമായിട്ട് നോക്കണം. വീട്ടിലെ മഞ്ഞൾ, പൊടിക്കണ മഞ്ഞൾ മാത്രം നമുക്കിതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി പാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാക്ക് നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പം മസാജ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിത് കഴുകാൻ നേരത്താണ് ഇത് നമുക്ക് മസാജ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയരുത്. സാധാരണ പാക്ക് പോലെയല്ല. അപ്പം ഞാൻ ഇന്നലെ ഒരു പാക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നല്ല റിസൾട്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കയറി കാണണം. അത് നല്ല റിസൾട്ടായിരുന്നു അത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഇട്ടത് നമ്മുടെ മുഖം മാത്രം വെളുക്കാനുള്ള ഒരു ഇതാണ്. ഇത് നമ്മുടെ ഫുൾ ബോഡിക്കുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുളിക്കാൻ നേരത്ത് പാക്ക് ഉണ്ടായിട്ട് ബാത്റൂമിൽ കയറി ഇരുന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ തേച്ചിരിക്കണം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മുഖത്ത് കാണിച്ചു തരാം ചെയ്ത് എന്തുമാത്രം റിസൾട്ട് കിട്ടുമെന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് തേച്ച് ഇരിക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ ബോഡി ആണെങ്കിൽ നമുക്ക് ബാത്റൂമിൽ കയറിയിട്ട് പുരട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ആ സാധാരണ പാക്കൊക്കെ നമ്മൾ ഇടുമ്പോൾ ഒരു 20 മിനിറ്റ് മതി. ഇത് നമുക്ക് ഫുൾ ബോഡി വാഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൻ്റെ അവിടത്തേക്ക് കറുപ്പ് പാടുമൊക്കെ പോകാനൊക്കെ ഒരു അടിപൊളി സാധനമാണിത്. കഴുത്തിലൊക്കെ നമുക്ക് ടാൻ അടിച്ചിട്ടുള്ള ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ മാറും. നെറ്റത്തും കൂടി ഒന്ന് ശരിക്കിട്ടേക്കട്ടെ. നല്ലതായിട്ട് ഇത് വലിയണം കേട്ടോ. അല്ലാണ്ട് ഇത് സമയമല്ല, നമുക്കിത് നല്ലതായിട്ടൊന്ന് വലിഞ്ഞ് ഇത് കഴിയുമ്പോൾ ഒരു മസാജുണ്ട്, അത് മറന്നു പോകരുത്. അപ്പം ഞാൻ മുഖത്തായതുകൊണ്ട് ഞാനൊരു 20 മിനിറ്റേ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ ഫുൾ ബോഡി തേക്കുമ്പം ഒരു അരമണിക്കൂർ തന്നെ ഇരിക്കണേ, എന്നാലേ ഉള്ളൂ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഫേസിൽ ഇട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു കെമിക്കലും ഒന്നുമില്ലല്ലോ, എല്ലാം നമുക്ക് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ആയിട്ട് കാണാമേ. അപ്പോൾ അത് 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഒരു മസാജ് കൊടുക്കാം. ഇത് നമ്മൾ മറ്റേ പാക്കൊക്കെ ഇടുന്നവർ വെറുതെ കഴുകി കളയരുത്. നല്ലതായിട്ട് ബോഡിയിലാണെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ കഴുകി കളയാനായിട്ട്. എന്നാലേ ഉള്ളൂ നമുക്കൊരു അതിനുള്ള ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ കഴുകിക്കളഞ്ഞാൽ ഒരു ഇതും ഉണ്ടാവില്ല. എവിടെയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അവിടെ എല്ലാം നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സർക്കുലർ മോഷനിൽ.
ഇനി നമുക്ക് പുറത്ത് പോയിട്ട് വാഷ് ചെയ്ത് കളയാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരമല്ലേ ഇട്ടിട്ട് നിന്നിട്ടുള്ളത്. നിങ്ങൾ പോയിട്ട് ഒരു അരമണിക്കൂർ ബാത്റൂമിൽ ഫുൾ ബോഡി ആണെങ്കിൽ നമുക്ക് അത്രയും നേരം നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, നല്ല നിറം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ നല്ലതായിട്ട് മുഖം ബ്രൈറ്റ് ആക്കാനുള്ള ഇതാണ്. ഇന്നത്തെ അതുപോലെ തന്നെ വേറെ ഡിഫറെൻ്റായിട്ട് നമ്മുടെ സ്കിൻ ബോഡി മുഴുവൻ ചെയ്യാനുള്ളതാണ് ഇന്നത്തെ കൊടുത്തേക്കുന്നത്. രണ്ടും എല്ലാവരും ചെയ്തു നോക്കുക, നല്ല റിസൾട്ടാണ്. വേറെ കെമിക്കൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ലതായിട്ട്. അപ്പോൾ കഴുത്തിലെന്തെങ്കിലും കറുത്തൊക്കെ ഇരിക്കണ്ടെങ്കിൽ പാടമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് കഴുത്ത് നല്ലതായിട്ട്. ഈ ചിലവരുടെയൊക്കെ നമുക്ക് അധികം വണ്ണമുള്ളവരുടെയൊക്കെ കഴുത്ത് ഭയങ്കരമായിട്ട് കറുത്തിട്ടായിരിക്കും ഇരിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വരട്ടാം, നല്ല ഇതാണ്. കഴുത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കില്ല ചിലവരുടെയൊക്കെ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി നല്ല അടിപൊളി ഇതാണ്. ഇത് നല്ലതായിട്ട് എന്താ പറയണേ, നല്ല അഴുക്കൊക്കെ എല്ലാം അടിച്ചെടുത്ത പോലെ പോയി. ഞാൻ ശരിക്കും മുഖമൊന്ന് കഴുകണം, മുടിയിലൊക്കെ നിറച്ച് പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഫുൾ ബോഡിയിൽ നിങ്ങൾ പുരട്ടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കരിവാളിപ്പും, പിന്നെ നമ്മൾ ഈ എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പം ഇറങ്ങിയ ബ്ലൗസൊക്കെ ഇടത്തില്ലേ, അപ്പം നല്ല നിറമൊക്കെ ഇട്ടിട്ടെങ്കിൽ പുറത്തൊക്കെ നല്ലതായിട്ട് തേച്ചിട്ട് നല്ലതായിട്ടൊന്ന്, അപ്പം നമുക്ക് എന്താ പറയണ, അവിടെ മാത്രം ബ്ലൗസ് ഇടുമ്പോൾ അവിടെ മാത്രം കറുത്തിരിക്കും എപ്പോഴും ബ്ലൗസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പം ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പം നല്ല പുറമൊക്കെ നല്ല ഭംഗിയിൽ വെളുത്തൊക്കെ നല്ല ഇതായിട്ടിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം, ഇന്നലത്തെ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്, അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ അതും കാണാത്തവരാണെങ്കിൽ കയറി ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.